അപ്പോളേ ഇന്നലെ രാത്രി നമ്മൾ പുഴയിൽ വലട്ട് പിടിച്ച മീനാണ്. ആണോ, സിലോപ്പി ഉണ്ട്, കണ്ണുണ്ട്. അപ്പോൾ പുഴയിൽ നിന്ന് പിടിച്ച മീനും വരമ്പത്തെ കറിയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാം. നാടൻ സെറ്റപ്പ് കേട്ടോ. കണ്ടോ, പാളിയും കാര്യങ്ങളൊക്കെയാണ്. വലിയ സെറ്റപ്പൊന്നും പെടുത്തില്ല. സിലോപ്പി ഏകദേശം നമ്മളെ നേരേക്കൾ കഴിഞ്ഞോ. ഇനി പിന്നെ വയറൊക്കെ ഒന്ന് കയറാനുള്ളത്. പിന്നെ നമ്മുടെ അടുത്തത് 4 കണ്ണന്മാരാണ്. എന്നാണോ, നല്ല നാടൻ കണ്ണന്മാർ ഒരു 4 പാളയും കൂടി മുറിക്കണ്ട്. നമുക്ക് ആ മീനിൻ്റെ വേസ്റ്റൊക്കെ ഈ പാളിലിടാനാണ്. വായോ, മീനിൻ്റെ വേസ്റ്റ് മാറ്റട്ടെ. നമ്മൾ വെട്ടെത്തിയ കൊല്ലാൻ മറന്നു. കയ്യിലുള്ള ഇപ്പോൾ സാധാ കത്തിയാണ്. ഉള്ള ആയുധങ്ങൾ വെച്ച് ചെയ്യാണ്. ഒന്നും വിചാരിക്കരുത്. അതെ, അതുപോലെ വെണ്ണൂർ, നാടൻ വെണ്ണൂർ, ചാരം എന്നൊക്കെ പറയാം. അതും എടുക്കാൻ മറന്നു. അതെ, ഇനി വല്ലവന് പുല്ല് ആയുധം എന്ന് പറയണേ. കിട്ടിയ ആയുധം വെച്ച് പെരുമാറുക. പിന്നെ ഇത് ഫ്രഷ് മീനാവണ്ട മുറിയാത്ത്, അല്ലാതെ കത്തിക്ക് മൂസമീൻ ഉണ്ടായിട്ടല്ല കേട്ടോ. അങ്ങനെ കൊടുക്കും. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സുന്ദരാടിയെ തിരിച്ചു വന്നോ. കാണിച്ചു കൊടുത്താ, ചക്കനെ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. കുറച്ചു കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ, കണ്ണനടാ മുട്ടണ് കേട്ടോ. എന്നാ ഇതാണ് നമ്മുടെ കണ്ണൻ്റെ മുട്ട. ഇതൊക്കെ കിലോന് 1000 രൂപ വിലയാണ് ഈ മുട്ടയ്ക്ക് മാത്രം. ഇത് നമ്മൾ കളയാൻ പാടില്ല. എന്നാ അടിക്കട്ടെ. എന്താ അധികം, പുറത്ത് 1500 കൊടുക്കണം. നമ്മുടെ അവിടെ 1000 ഉള്ളൂ. ആ, നമ്മുടെ ലാസ്റ്റ് കണ്ണൻ. മണ്ട നമ്മൾ എടുക്കില്ല കേട്ടോ. അതൊന്നും നേരെ നമ്മുടെ സമയമില്ല, അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കുക. അപ്പോഴേ ഇത് വേസ്റ്റാണ് മീനിൻ്റെ. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇടില്ല. ഇവിടെ പാടം കൃഷിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബയോഗ്യാസിൽ ഇടാൻ ചെയ്യൽ. ഇത് മാറ്റി വയ്ക്കാം.
അല്ലേ നല്ല മഴയാണ് വരുന്നത്. ചിലപ്പോ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കേണ്ടി വരും. സുന്ദരാടിയെ വേഗം കഴിക്കോ. നീ വേഗം കഴുകട്ടോ. മഴ വരുന്നതിന് മുമ്പ് നീ വേഗം കഴുകണം. പെരുമഴ. എന്റെ ഫോൺ എവിടെയാണ്? പരിപാടിയോ മഴ. ഇതെന്താ തോല് പൊളിച്ചെടുക്കേ? എന്തിന്? നല്ല മഴയാണ്, ഒരു പാകമില്ല. അപ്പഴേ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഇവിടെ ചെയ്യാൻ പറ്റിച്ച ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി വീട്ടിൽ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2-3 മീനോട് നോക്കാണ്ട്. നല്ല കറിക്കുള്ള പീസാണിത്. നല്ല നാടൻ മീൻകറിയാണ് വെക്കാൻ പോണേ. കണ്ടാ, ഇതൊക്കെ മീനിന്റെ മുട്ട കണ്ടല്ലേ? എന്താ കണ്ടനെ തോല് വെച്ചോ? തോല് വെക്കുന്നു. എന്നാ ചെറുതാക്കിയപ്പോ ഉടയും. മീനിന്റെ ചോരൊന്നും പോരില്ല കേട്ടോ. ആ ഫ്രഷ് മീൻ ചോര ഉണ്ടാകും കൂട്ടാ. കുറച്ച് ചോരയൊക്കെ ഉണ്ട്. അതാണ് ഫ്രഷ് മീൻ ചോര വേണം. കൊലക്ക് ശേഷം ഒരു കുളി പതിവുള്ളതാ. കുളിച്ചോ? നല്ല വെള്ളച്ചാട്ടല്ലേ, കുളിച്ചോ നിനക്ക്? സിലോപ്പിനൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഒരു 3 വർഷം, ചെറുതൊക്കെ ഒരു 3 വർഷം ആക്കാവും. അത്രേ പോകണ്ടു. നമ്മുടെ കണ്ണൻകുട്ടിയാണ്. നമ്മളെ നുറുക്കിയ മീനേ നമുക്കൊന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ല കഴുകിയെടുക്കണം. ഇന്നലെ ഉപ്പിട്ടാ കൈ കൊടുക്കാൻ പാടില്ല. ഒരു പിടി ഇത്രേ വേണ്ടു. നല്ല കല്ലുപ്പിട്ട് കഴുകണം മീന്. ചളിന്നൊക്കെ പോവാൻ. അതെ, ഈ മീനിന്റെ അഴുക്ക് പോവാനാണ്. സിലോപ്പിന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചേറിൽ നിൽക്കുന്ന മീനുകളാണ്. അപ്പൊ അതിന്റെ ചേറിന്റെ മണം ഉണ്ടാവും, അത് പോവാൻ വേണ്ടിട്ടാണ്. ഉപ്പിട്ടപ്പത്തിന് ചളി കുറെ ചേർന്ന്. അതാ ഉപ്പിട്ടപ്പോ നോക്കിയാ കയ്യേ എന്നാലും നോക്കാം, ചളി ഓണാക്കിയേക്കാം. അതാ അഴുക്ക് ഫുള്ള അഴുക്കാ മീന്റെ. ഈ ചേറിന്റെ അഴുക്കാണ് ഇതിന്റെ മേത്തുള്ളത്. ചളി ഒരു പച്ചച്ചൂരൊക്കെ പോവും. അതെ, ഒരു 2-3 വട്ടം അങ്ങനെ കഴുകി നിൽക്കണം. മഴ പോയി വീണ്ടും വെയിൽ വന്നിട്ടുണ്ടോ? വേഗം നോക്കുക. അപ്പൊ നമുക്കേ കറിക്കുള്ള ഉള്ളിയും തക്കാളി മസാല ഒക്കെ റെഡിയാക്കാം. തക്കാളി, മുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം വെള്ളത്തില്. അപ്പോൾ അവരവിടെ തക്കാളി എന്തൊക്കെ കഴുകുമ്പോഴേക്ക് ഞാൻ ഇവിടെ ഉള്ളി നേരാക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞാനത് കുറച്ച് നേരേക്ക് കേട്ടെ. എന്താടിയാ മഴ പോയോ? മഴ പോയിട്ടുണ്ട് ഇപ്പോൾ. ഇനി പെയ്യാതെ ഇരുന്നാ മതി അല്ലേ? ഇതിനു മുമ്പ് നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീർക്കണം നമുക്ക്. എന്നാലും നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതെ. പണ്ട് തറവാട്ടിലെ പരിപാടിക്ക് പെണ്ണുങ്ങളെ അത്ര ചെറുള്ളിയൊക്കെ നേരെയൊക്കെ ഫുള്ള് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെല്ലുള്ളി കട്ട് ചെയ്യാം. ആ ഷോട്ട് വീച്ച്. അപ്പൊ തക്കാളി നല്ല അങ്ങനെ കനം കമ്മിയാക്കി അരിഞ്ഞു വിടുക. അടുത്ത മഴ വരുന്നതിന്റെ മുന്നേ വരമ്പത്ത് നമുക്ക് കറി ഉണ്ടാക്കണം. അതാണ്. പിന്നെ അടുപ്പ് കൂട്ടാൻ കല്ലില്ല. ഇവിടെ എവിടെ ഉണ്ടോക്കിയോ പോട്ടെ പോരെ. അപ്പോളേ അടുപ്പ് സെറ്റ് ചെയ്യാണ്. നമ്മുടെ ചാലിനൊക്കെ കല്ലൊക്കെ ഉള്ളത് പെറുക്കി കൊടുത്തിട്ടാണ് നമ്മുടെ വരമ്പത്ത് അടുപ്പുണ്ടാക്കൽ. ഒന്ന് കുഴിച്ച് ശരിയാ കുഴി ഉണ്ടാക്കി കൊടുക്കാം വിറകിടാൻ. കായക്കോട്ടൊന്ന് ഒക്കെ കൊണ്ടാൻ മറന്നു ഇപ്പോൾ. കപ്പളാ ഓർമ്മ. മീൻകറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാം. ചെറുക്കലാതെ ഇതിനൊക്കെ അപ്പോഴേ അടുപ്പ് നമ്മൾ ഒരുവിധം തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കത്തിച്ച് നോക്കാം നമുക്ക്. എടോ ഇതൊന്നും കൂടി കഴുകണം കേട്ടോ. ചാരി നല്ല കാറ്റാണ് പാടത്തുനിന്ന്. ഒരു മറ വേണ്ടതിനെ കത്തിക്കാൻ. ഇത് കഴുകി കുറച്ച് തട്ടിയാട്ടെ. അപ്പോൾ ചട്ടി നല്ല ചൂടായി.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. ആ കറിവേപ്പിൻ്റെ അടിക്ക സുന്ദരാടിയെ. ആ പേരിപ്പോൾ നാട് മുഴുവൻ അറിയും. അവിടുത്തെ ഉള്ളി, തക്കാളി, ഇഞ്ചി കിട്ടും. ആ കൊട്ടിക്കോ. നമ്മുടെ തട്ട് തന്നുണ്ടായി ചെറുള്ളിട്ടാ. നാട് എന്തായാലും അറിയും. അപ്പോൾ വെള്ളക്കാർക്ക് മാത്രമേ അറിയില്ല പേര്. അതൊന്നുകൂടി നല്ല ഇളക്കി കൊടുത്താ അത് അടി പിടിക്കാൻ ഇളക്കിട്ടോ. വൃത്തിയായിക്കോട്ടെ കാര്യങ്ങൾ. നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. കാറ്റാവുകൊണ്ടേ തീ ഫുള്ള് മുഖത്തേക്ക് അടിക്കണേ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതൊക്കെ പഠിയേ. ആ വെല്ലുള്ളി സുന്ദരാടിയ, വെല്ലുള്ളി ഇട്. ആ ഒരു വാഞ്ചല വെട്ടി കൊടുന്ന കൈക്കൽ തുണി കൊണ്ടാൻ മറന്നു, കൈപ്പൊടി കൊണ്ടാൻ മറന്നു. നമ്മള് അപ്പളക്കുള്ള പരിപാടികളാ. വരമ്പേ ഇടിയുണ്ട് കുറേശ്ശെ. ഇല നമ്മുടെ കൈപ്പൊടി തരണം വേണ്ടിയിരുന്നില്ല. ഉലുവപ്പൊടി ഉള്ളി വാടാൻ വേണ്ടി ശകരപ്പട. മഴക്കാലമായതുകൊണ്ടേ നമ്മുടെ അടുപ്പ് കത്ത നല്ല മടിയാണ്. ഭൂമിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. എന്നാലും നമ്മളിവിടെ ചെയ്യാണിച്ചിട്ടാണ് സംഭവങ്ങളെ. ഉള്ളി നന്നായി വാടിയുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോളേ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടിയുണ്ട്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പുകയൊക്കെ മുഖത്തേക്കാണ്. ആ സുന്ദര പൊടിയാൾട്ടാ. ഞാൻ മല്ലിപ്പൊടി ഇട്ടുണ്ടോ ഒക്കപ്പാടപ്പത് കരിയും. ചട്ടി ചൂടധിക മുളക് ഇട്ടോ. ആ ഉലുവ, മഞ്ഞപ്പൊടി ഇട്ടുണ്ടോ? ഇട്ടണോ. ബീഫ് മസാല, പുകേ ഫുള്ള് മുഖത്തേക്കാട്ടോ. ആ കാശ്മീരി ചില്ലി ഇട്ടോ. കാശ്മീരി ചില്ലിയാണ്. ആ നോക്കിയിടാം. ആ
അപ്പോൾ അതെനിക്ക് രസം ഇട്ടുണ്ട് ആളെ കുറച്ചിട്ടോ ഇത് പിടിനോട്ടില്ല മതി മതിയാവും. ഉണ്ട് സുന്ദരാടിയേ വെള്ളം ഒഴിച്ചാ നല്ല വെള്ളം ഒഴിച്ചാ ഉണ്ടാ ഏതാ കളറ് മസാലയുടെ ഇങ്ങനെ പൊടിക്കുക തീ കത്തിച്ചിട്ടേ ഒന്നര കുറുകണം മസാല. സ്പെഷ്യൽ കൂട്ടാണ്. അതെ അതാണ് നമ്മുടെ വരമ്പത്തെ മീൻ കറി. ഏയ് അയ്യോ എന്താ മേത്തക്കാ തെറിക്കണേ. പുളിയുമ്പളേ അവ ടച്ചാർന്നു അത് ലേശം ഒഴിക്കാൻ മറന്നു. ഇപ്പോൾ പുളി നോക്കിയോട്ടെ കേട്ടോ. പുളിയമ്പ ഒഴിക്കേ അപ്പോളേ മീൻകറി തിളയ്ക്കാൻ വേണ്ടിയിട്ടേ 2 വാഴ കൊടുക്കുന്നുണ്ട്. അതൊന്ന് അടച്ചേക്കാം. ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ഇടാണ്ടിലേക്ക്. എടുത്തോ അണ്ടാ നമ്മുടെ മീൻകറി ഉണ്ടോ നല്ല തിളച്ചു. ഇനി നമുക്കേ അതിലേക്ക് മീൻ ചേർത്ത് വെക്കാം. ഏകദേശം മീൻ എടുത്താ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എവിടെ കയ്യിൽ ഉണ്ടാ എവിടെയും പിടിച്ചില്ലടാ. അടിപൊളി സാധന. അതെ നമുക്കേ മീൻ ചേർത്ത് വെക്കാം. നമ്മുടെ പുഴയിലെ മീനും ഇതാണ് നമ്മുടെ പുഴയിലെ സിലോപ്പി കണ്ടാ. അപ്പം നമ്മുടെ കറിക്ക് ഇങ്ങോട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ മീൻ മുട്ട. ഇതാണ് പുഴയിലെ മീനും വരമ്പത്തെ കറി. കറിവേപ്പിൻ്റെ അല്ലേ ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ തൂയി കൊടുക്കണം. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ വാഴൻ്റെ ഇല നമ്മൾ അടച്ചേക്കുക. ഇനിയൊരു 5 മിനിറ്റ് ഇത്ര വേണ്ടു. അല്ല അപ്പോളേ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. ഒന്ന് ഇളക്കി എടുക്കണം മീൻ എടുക്കുമ്പോൾ. തുള്ളി വെളിച്ചെണ്ണ വെച്ചാൽ ഇട്ട് ഒരു മണത്തിന് മതി ആയിക്കോട്ടെ. നമ്മുടെ വരമ്പത്തെ മീൻ കറിയാണ് കേട്ടോ. വരമ്പത്തെ മീൻ കറി ഇവിടെ പൊറോട്ടയ്ക്ക് ലേസം ഒഴിക്കാം. അവിടെ നോട്ടെ നമുക്ക് ചട്ടീന് ലേസം മീൻ എടുക്കണ്ടേ. ആദ്യം കുറച്ച് ചാറിന് ഒഴിച്ചു കൊടുക്കാം. എന്താണ് നോക്കാം ഇത് പോരെ നോക്കട്ടോ. മതിയോ ചാറ് മതിയോ? ചാറ് ഒഴിച്ചു. നമുക്ക് പീസ് എടുക്കണം കേട്ടോ. കണ്ണൻ്റെ പീസ കൊണ്ട് അതാ സിലോപ്പിയുടെ പീസ കൊണ്ട് കണ്ണൻ പീസ് മതിയോ? കണ്ണൻ്റെ പീസ് കാണാനില്ല. ഉണ്ട് ഇതാ കണ്ണൻ പീസ്. നാടൻ സെറ്റപ്പാട്ടോ. പാള ഇല നോക്കിയോട്ടെ. എടുക്ക് മണ്ടൊപ്പം നോക്കണതേ. ആദ്യം ഇങ്ങനെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് മീൻ ചാറിൽ ഇങ്ങനെ മുക്കുക. നമ്മുടെ വരമ്പത്തെ കറിയിൽ ഇങ്ങനെ മുക്കുക. വരമ്പത്തെ കറിയും കണ്ണനും. ഈ ഇറക്കം സിലോപ്പി എടുക്കണേ.
ഞാൻ കണ്ണന കേട്ടോ. സാധനം ടേസ്റ്റൊക്കെ ഉണ്ട്. ചക്കര എരിവുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. അത് കുഴപ്പമില്ല. എന്താ വെച്ചാൽ പുഴമീനാകൊണ്ടേ എരിവ് കുറച്ച് മുന്നിൽ നിൽക്കണം. എരിവും പൊളിയും മുന്നിൽ നിൽക്കണം. ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? സംഭവം കണ്ട് ചെറിയില്ലേ? സാറാണ്. അതാണ് ഉഷാറാവണം. ഇതിൻ്റെ ഇടയിലേ മഴ പെയ്തു. ആകെ വശർത്തും മീൻകറി ഉണ്ടാക്കാൻ. ആ മഴ തോന്നിട്ട് ഇപ്പോൾ ആ മണ്ണിലാണ്, തണുപ്പുള്ള മണ്ണിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. സാധനേ വേറെ ലെവലാണ് കേട്ടോ. സാധനം ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്, ഫോളോ എന്തൊക്കെ ചെയ്യാം. ഇന്ന് ആകെ പശർത്തണ്ട്, മഴയും ഒക്കെ കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം 2:30. അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഉള്ളൂ. ചക്കന്മാരൊക്കെ അപ്പുറത്ത് വളർത്തി നിൽക്കുന്നുണ്ട്. അതിനൊക്കെ വിളിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിലേക്ക് പിന്നെയും കാണാം.